ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. സോ ഇന്ന് നമ്മൾ ഉത്സവത്തിൻ്റെ ഫുഡ് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ നമ്മൾ പാപ്പാൻ്റെ വീട്ടിലായിരുന്നു. ഉത്സവമൊക്കെ കഴിഞ്ഞ് കാവടിയൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനാണിന്ന് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴറ്റി വന്നതിന് ശേഷം അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി ആ മുളക് പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി വഴറ്റി എടുക്കുന്നുണ്ട്. ഇതുണ്ടോ, ഈ വലിയ ഉരുളിക്കകത്തായിട്ട് വെക്കുന്ന ചെമ്പിൻ്റെ ഉരുളിയിൽ എൻ്റെ കയ്യിൽ ചെമ്പിൻ്റെ ഉരുളിയില്ല. ഈ ഉരുളിയിൽ വെച്ച ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വാടി നന്നായിട്ട് വന്നതിന് ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടിയും വെളുത്തുള്ളിയും ഉപ്പും ചേർത്ത് വെച്ച ചിക്കൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കണം. പിന്നെ എനിക്കിങ്ങനെ ഒരുപാട് പേർക്ക് വെച്ചിട്ടുള്ള അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല, പക്ഷേ എന്നാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ടൊരു ശകലം വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കുരുമുളക് പൊടിയും മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇനി ഒന്ന് പറ്റി വരണം കേട്ടോ കറി. ഞാൻ വീട്ടിലൊക്കെ ചെയ്യുമ്പോഴത്തേനും എന്താണെന്ന് വെച്ചാൽ ഈ ചിക്കൻ എടുത്തിട്ട് കുക്കറിലിട്ടിട്ട് ഒരു ചെറുതായിട്ടൊരു വിസിൽ വരുന്ന ആ ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേനും ഓഫ് ചെയ്യും. എന്നിട്ട് ഈ അരപ്പിലോട്ട് എടുത്തിട്ട് കൊടുക്കുമ്പോഴത്തേനും പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. എന്നിട്ട് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ ചിക്കൻ കറി ഏകദേശം സെറ്റായി. ഇനി നമുക്ക് വറുക്കാനായിട്ട് മീനുണ്ടായിരുന്നു. അപ്പോൾ വാള ഉണ്ടായിരുന്നു. വാള നന്നായിട്ട് അരപ്പൊക്കെ തേച്ച് ഒരു 10-15 മിനിറ്റ് ഒന്ന് അരപ്പ് പിടിക്കാനൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേനും വാവ ഇവിടെ മീൻകറി വെക്കുന്നുണ്ടായിരുന്നു. ചൂരയായിരുന്നു. അപ്പോൾ മീൻകറി വെച്ചു. നല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും സവാളയും എല്ലാം കൂടി ഇട്ടിട്ട് മീൻകറി വെച്ചെടുത്തു. മുളക് കറി കേട്ടോ വെച്ചത്. ഇനി നമുക്ക് ഈ മീൻ ഇതിനകത്തേക്ക് ഇട്ടത് പൊരിച്ചെടുക്കണം കേട്ടോ. എനിക്കെപ്പോഴും നല്ല മുരിഞ്ഞ് വരണം, എങ്കിൽ മാത്രമേ എനിക്കിഷ്ടമുള്ളൂ മീൻ. അപ്പോൾ എല്ലാം ആയിട്ട് സെറ്റാക്കി. അപ്പോഴത്തേനും പാപ്പാൻ്റെ ചീനിയും മോരും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ചാറും മീൻ വറുത്തതും ചീനിയും മോരും പരിപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പായസം ഉണ്ടായിരുന്നു. ഇതൊക്കെയായിട്ട് നല്ല അടിപൊളിയായിട്ട് ചോറുണ്ടോ. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഉത്സവം സ്പെഷ്യൽ ഫുഡ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പരിപ്പാട്ടോ ഒഴിച്ചത്. മീൻകറി എടുത്തില്ല, മീൻകറി രാത്രിത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ കറിയും കൂട്ടിയിട്ടാണ് തിന്നത്. പപ്പടമൊക്കെ ആയിട്ട് പായസവും കൂട്ടി നല്ല അടിപൊളിയായിട്ട് ഊണ് കഴിച്ചു. ബൈ ബൈ.